പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാവരെയും അറിയിക്കുന്നു. എൻ്റെ പേര് ലീലാമ്മ ശാമുവേൽ കറ്റാനം. ഇന്നത്തെ വചനധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കാം. അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 5:6. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. യെരുശലേം പട്ടണത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി കുളം സ്ഥിതി ചെയ്യുന്നു എന്ന് കരുതുന്നു. ഇതിലെ ജലത്തിന് ഔഷധ ഗുണമുള്ളതായി കരുതി പോകുന്നു. ചില പ്രത്യേക ഘട്ടങ്ങളിൽ കുളത്തിലെ വെള്ളത്തിനുണ്ടാകുന്ന ശക്തമായ ഇളക്കം ദൈവദൂതൻ്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നും ആ സമയത്ത് ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്ന വ്യക്തി സൗഖ്യം പ്രാപിക്കുമെന്നും പൊതുവെ വിശ്വസിച്ചു വന്നിരുന്നു. വാക്യം 3-4 ആ വാക്യങ്ങളിലുണ്ട്. 5 മണ്ഡപങ്ങൾ ഉള്ള ഈ കുളക്കരയിൽ തളർവാദക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ തുടങ്ങിയവർ സൗഖ്യം പ്രതീക്ഷിച്ച് കിടന്നിരുന്നു. ആ കൂട്ടത്തിൽ 38 വർഷം രോഗബാധിതനായി അവിടെ തന്നെ ചിലവിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. അവനെ അലട്ടിയിരുന്ന രോഗം എന്തായിരുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ലെങ്കിലും 7-ാം വാക്യം അനുസരിച്ച് അവന് തളർവാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു കുളക്കരയിൽ എത്തിയപ്പോൾ ഈ രോഗി കിടക്കുന്നത് കണ്ടു. മാത്രമല്ല, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നുവെന്നും അവിടുന്ന് അറിയുകയും ചെയ്തു. 38 വർഷം അവൻ അവിടെ കിടന്നിരുന്നുവെങ്കിലും അവനെയോ അവൻ്റെ ആവശ്യത്തെയോ ആരും കണ്ടിരുന്നില്ല. എന്നാൽ യേശു അത് കണ്ടു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ആവശ്യക്കാരെ കാണുകയും അറിയുകയും ചെയ്യുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒടുവിൽ കർത്താവ് അവനെ സൗഖ്യമാക്കി. കർത്താവും ആ മനുഷ്യനും തമ്മിലുള്ള 4 ചോദ്യ ഉത്തരങ്ങളെയാണ് കുറിച്ചാണ് നാം ഇന്നിവിടെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. 1. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? 6-ാം വാക്യം. ആഗ്രഹം ഉണ്ടോ എന്നല്ല ചോദിച്ചത്, മനസ്സുണ്ടോ എന്നാണ് ചോദ്യം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സൗഖ്യമാകുവാനുള്ള ആഗ്രഹം അവനിലുണ്ടെന്ന് യേശുവിനറിയാം. എന്നാൽ അതിന് മനസ്സുണ്ടോ എന്നതാണ് പ്രധാനം. ഇന്ന് അനേകർക്കും തങ്ങളുടെ കഷ്ടതയിലും വേദനയിലും ദുഃഖത്തിലും നിന്നുമൊക്കെ വിടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ആവശ്യബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും കഴിയാതെ പോകുന്നു. യെരമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. വലുത് പ്രതീക്ഷയോടെ ആയിരിക്കാം അയാളുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ കൊണ്ടുവന്ന സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിട്ടത്. വലിയ കൂട്ടം ജനം സൗഖ്യമായി പോകുന്നതും അയാൾ 38 വർഷം കൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. വളരെ മാനസിക പ്രയാസങ്ങളും സൗഖ്യമാകാൻ കഴിയാത്ത ദുഃഖവും എല്ലാം അയാളെ ഭരിക്കുന്നുണ്ടായിരിക്കാം. കൂടെ വന്നവരും കൊണ്ടുവിട്ടവരും ആരും ഇന്ന് സൗഖ്യം തിരക്കാൻ വരുന്നില്ലായിരിക്കാം. എല്ലാം കൊണ്ടും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. എല്ലാവരാലും തള്ളപ്പെട്ടു. ആയുസ്സിൻ്റെ നീണ്ടകാലം ഈ കുളക്കരയിൽ തന്നെ നഷ്ടമായി. ഇനി ഒരാശ്രയമൊന്നുമില്ല, ജീവിതവും തീർന്നു എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന അയാളുടെ അടുക്കലേക്കാണ് കർത്താവ് വന്നത്. അതാണ് നമ്മുടെ കർത്താവ്. അമ്മയെ ഉപേക്ഷിച്ചാലും സകലരും ഉപേക്ഷിച്ച് ഒഴിഞ്ഞു പോയാലും ഇനി ഒരു ജീവിതമില്ല എന്ന് വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് കടന്നു വരും. അവിടുന്ന് സ്നേഹവാനാണ്. കണ്ണീർ തൂവുമ്പോൾ മനസ്സലിയുന്നവനാണ്. കാരണം അവിടുന്ന് നമ്മുടെ അപ്പച്ചനാണ്. സകല കണക്കുകൂട്ടലുകളും തെറ്റിയ സമയത്താണ് കർത്താവ് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സൗഖ്യം വേണ്ട വ്യക്തിയുടെ കൂടെ സഹകരണം ആവശ്യമാണ്. കർത്താവിൻ്റെ അത്ഭുതം, രോഗസൗഖ്യങ്ങളും വിടുതലും നടന്നിടത്തൊക്കെ നാം പഠിച്ചാൽ ആവശ്യബോധത്തോടെ ആര് കർത്താവിനെ സമീപിച്ചോ അവിടെ എല്ലാം വിടുതലും സൗഖ്യവും ലഭിച്ചിട്ടുണ്ട്. കർത്താവിന് നമ്മുടെ ആവശ്യം അറിയാം. പക്ഷേ ആവശ്യബോധത്തോടെ അടുത്ത് ചെല്ലുന്നവർക്ക് ആണ് വിടുതൽ. കർത്താവിൻ്റെ മിക്ക അത്ഭുതങ്ങളിലും
ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിലൂടെ അത് ദൈവത്തോട് അറിയിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ കടമയെന്ന് പറയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റു പറയുകയാണ്, എനിക്കിതാണ് ആവശ്യം. എൻ്റെ ആവശ്യം മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തക്ക സമയത്ത്, അല്ലെങ്കിൽ തമ്പുരാൻ്റെ സമയത്ത് നമുക്ക് വിടുതൽ കിട്ടും. ഫിലിപ്പിയർ 4:6 പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുക അത്രയേ വേണ്ടത്. യേശുവിൻ്റെ ചോദ്യത്തിനുള്ള രണ്ടാമത്തെ മറുപടി വാക്യം 7, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാൻ എനിക്കാരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. ഇന്ന് നമ്മുടെ ഇടയിലും കാണുന്ന ഒരു പരാതിയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, മറ്റാരും സഹോദരങ്ങളോ മറ്റുള്ള കൂട്ടുബന്ധുക്കളോ എൻ്റെ ഫ്രണ്ട്സുകളോ ഒന്നും ഈ പ്രതിസന്ധിയിൽ എന്നോട് കൂടെ നിന്നില്ല. ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കുന്ന അനേക വ്യക്തിജീവിതങ്ങളും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. തങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പറയേണ്ടിടത്ത് പറഞ്ഞ് ആശ്വാസവും വിടുതലും പ്രാപിക്കുവാൻ ഇന്ന് അനേകർക്ക് മടിയാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്ക് പിന്നിലെ ഒരു കാരണം എനിക്കാരുമില്ല എന്ന ചിന്തയാണ്. ദൈവത്തിൽ ആശ്രയവും വിശ്വാസവും അർപ്പിച്ചിരിക്കുന്ന വ്യക്തിക്ക് വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ ഒറ്റയ്ക്കല്ല, കഷ്ടങ്ങളിലും അടുത്ത തുണയായി ദൈവസാന്നിധ്യം അവനോട് കൂടെ ഉണ്ടാകും. വേദനകൾ പങ്കുവയ്ക്കുവാനും പരിഹരിക്കുവാനും കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നത്. എന്നാൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം യേശുവുമായുള്ള നിരന്തര ബന്ധത്തിൽ ഈ വിധ ചിന്തകൾക്ക് സ്ഥാനമില്ല. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അവന് ലഭിക്കുവാൻ കഴിയും. ഫിലിപ്പിയർ 4:7 പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആജ്ഞ ആണ് മൂന്നാമത്തെ കാര്യം. കർത്താവിൻ്റെ ആജ്ഞയാണ്, എനിക്ക് ആരുമില്ല എന്ന വേദനയുടെ വാക്കുകൾ കേട്ട് യേശു അവിടെ 3 കാര്യങ്ങൾ ഇവിടെ അവനോട് ചോദിക്കുന്നുണ്ട്. 1, എഴുന്നേൽക്ക. ഇപ്പോൾ അവൻ ആയിരിക്കുന്ന അവസ്ഥയോട് വിട പറയുവാൻ തയ്യാറായെങ്കിലേ ദൈവീക അത്ഭുതം അനുഭവിക്കുവാൻ കഴിയൂ. 2, കിടക്ക എടുക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കിടക്ക വിലപ്പെട്ടതാണ്. 38 വർഷങ്ങളായി കുളക്കരയിലെ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് കണ്ട് ഈ ഒരു കിടക്ക മാത്രമാണ്. ഏക ആശ്രയവും ഇത് മാത്രമായിരുന്നു. അതുമായി പോകാനാണ് ആജ്ഞ. കിടക്ക അവിടെ ഉപേക്ഷിച്ചാൽ വീണ്ടും മടങ്ങിപ്പോകാനുള്ള ഒരു പരീക്ഷണം ഉണ്ടാകാം. അതുകൊണ്ട് സകല പഴുതുകളും അടച്ച് മുന്നേറണം എന്ന് വ്യക്തമാക്കുന്നു. 3 പറയുന്നുണ്ട്, നടക്കുക. ഇതുവരെ അവന് ഇത് സാധ്യമല്ലായിരുന്നു. അവൻ ആഗ്രഹിച്ചതും അപ്പോൾ തന്നെ അസാധ്യമായിരുന്നതുമായ കാര്യം ചെയ്യുക എന്നതാണ് യേശു ആവശ്യപ്പെടുന്നത്. ഇവിടെ അവൻ്റെ വിശ്വാസം കൂടി പരീക്ഷിക്കപ്പെടുകയാണ്. മുമ്പിലുള്ള അസാധ്യങ്ങളെ കണ്ട് പിന്മാറിയാൽ ശിഷ്ട ജീവിതവും അവിടെ തന്നെ കഴിച്ചു കൂട്ടണം. എന്നാൽ ഏതു വെല്ലുവിളിക്ക് മുമ്പിലും യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചാൽ അവഗണിച്ച വ്യക്തികളുടെ മുൻപിൽ തന്നെ അവൻ ഒരത്ഭുതമാകും. അവൻ യേശുവിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകി. ഉടനെ അവൻ എഴുന്നേറ്റു, കിടക്കയെടുത്ത് നടന്നു. വാക്യം 9, അവൻ്റെ വിശ്വാസം അവന് രക്ഷയായി ഭവിച്ചു. 4, കർത്താവിന് അവനോടൊരു ഉപദേശം ഉണ്ടായിരുന്നു, ഇനി പാപം ചെയ്യരുത്. യേശു പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ചാണ് കാണുന്നത്. യേശു അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. വാക്യം 14. പാപത്തിൻ്റെ തീവ്രതയും അത് വരുത്തുന്ന ഫലവും മനസ്സിലാക്കിയിട്ട് അതിനോട് പൊരുത്തപ്പെടുവാനുള്ള ശ്രമം അപകടമാണ്. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടല്ലോ, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസ്താവന നമുക്ക് ഈ സമയം നമുക്കത് മറക്കാൻ പാടില്ല. നല്ല എന്നാൽ പ്രസ്താവന വിസ്മരിക്കാൻ പാടില്ല. നല്ലതല്ല, എന്നാൽ നന്മയാൽ തിന്മയെ ജയിക്കുവാനും കഴിയണം. ഇനി പാപം ചെയ്യരുത് എന്ന നിർദ്ദേശം എല്ലായ്പ്പോഴും നമ്മുടെ കാതുകളിൽ ധ്വനിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.